ജീവമാത കാരുണ്യഭവനും അതിൻ്റെ നടത്തിപ്പുകാരിയുമായ ഉദയഗിരിജയും അവരുടെ മരുമകളായ അനാമികയും പ്രേക്ഷകർക്ക് പരിചിതരാണ്. ഉദയഗിരിജയുടെ മകനായ വിഷ്ണുവിനെയാണ് സ്ഥാപനത്തിലെ അന്തേവാസിയായിരുന്ന അനാമിക വിവാഹം ചെയ്തത്. ഇരുവർക്കും ഇപ്പോൾ ഒരു വയസ്സുകാരിയായ മകളുണ്ട്. അനാമികയും ഭർത്താവ് വിഷ്ണുവും യൂട്യൂബ് ചാനലുമായും ആക്റ്റീവാണ്. ഇപ്പോഴിതാ നിരന്തരമായി കമൻറ്റ് ബോക്സിൽ വരുന്ന ചില ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുകയാണ് അനാമിക. ജോലിക്ക് പോകാതെ ജീവമാതാ കാരുണ്യഭവനിലെ അമ്മമാർക്ക് ലഭിക്കുന്ന പണം കൊണ്ടാണ് ഉദയഗിരിജിയും അനാമികയുമെല്ലാം ലാവിഷ് ലൈഫ് നയിക്കുന്നത് എന്നായിരുന്നു നിരന്തരമായി വരുന്ന വിമർശനം. അതിന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് അനാമിക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അനാമികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ഇന്നിവിടെ ഇറക്കി വയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ജീവമാതയിലെ അമ്മമാരെ പട്ടിണിക്കിട്ടും പറ്റിച്ചുമല്ലേ ജീവിക്കുന്നതെന്ന തരത്തിൽ കമൻറ്റുകൾ വന്നിരുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്. സ്ഥാപനത്തിലെ പൈസ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 100% നിന്നും 85% ഞങ്ങൾ എടുക്കും. ബാക്കിയുള്ളത് മാത്രമേ അമ്മമാർക്ക് കൊടുക്കാറുള്ളൂ. എൻ്റെ ഉണ്ണിയേട്ടനൊന്നും ജോലിക്ക് പോകുന്നില്ല. ആരും ജോലിക്ക് പോകുന്നില്ല. സ്ഥാപനത്തിൻ്റെ പണത്തിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാം കടമാണ്. വീട് വെച്ചതുപോലും ലോണിലാണ്. ഒത്തിരി കടങ്ങളുണ്ട്. പലയിടത്തു നിന്നും പൈസ മറിച്ചിട്ടാണ് കറങ്ങാൻ പോകുന്നതെല്ലാം. ഞങ്ങളാരും ജോലിക്ക് പോകുന്നില്ല. അമ്മമാരുടെ പേരിൽ കിട്ടുന്ന പണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് വെറുതെ തിന്നുകയാണ്. ഇങ്ങനെ ഒരു മറുപടിയാകും ഞങ്ങളോട് സ്നേഹമില്ലാത്തവർ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ഇത്തരത്തിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് അവർ. പാഷാണത്തിൽ കൃമികളായ അത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അമ്മമാരുടെ പണം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ചിലർ കമൻറ്റിലൂടെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങളെ സ്നേഹിക്കുന്നവരായ സബ്സ്ക്രൈബേഴ്സ് അറിയണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. ഞാനും ഭർത്താവും മകളും ഒരു വീടെടുത്താണ് താമസിക്കുന്നത്. അമ്മയും കുടുംബവും സ്ഥാപനത്തോട് ചേർന്നുള്ള വീട്ടിലുമാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിലെ ചിലവ് എൻ്റെ ഭർത്താവാണ് നോക്കുന്നത്. അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട്. 10,000-ന് മുകളിൽ ശമ്പളമുള്ള ജോലിയാണ്. അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാനിടുന്ന പ്രയത്നത്തിന് അനുസരിച്ച് എനിക്ക് പണം കിട്ടുന്നുണ്ട്. കുഞ്ഞിനെയും വീട്ടിലെ കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് ബാക്കി സമയം ഫേസ്ബുക്കിലും യൂട്യൂബിലും വേണ്ടി ചെലവഴിക്കുന്നത്. അതിൽ നിന്നും കിട്ടുന്ന തുക കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനാൽ ഞാൻ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതെ ഇരിക്കും? ഞാൻ ഉണ്ണിമോളെ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രിയോ പകലിനോ ഇല്ലാതെ വെയിലും കൊണ്ടും മഴ കൊണ്ടും കഷ്ടപ്പെട്ടാണ് എന്നെ നോക്കിയത്. അദ്ദേഹം വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എനിക്ക് മോളെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ജോലിക്ക് പോയി തുടങ്ങിയത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട്. അത് കണ്ടൻറ് ക്രിയേഷൻ ആണെങ്കിൽ പോലും. പിന്നെ ഞങ്ങൾക്ക് കടമോ ബാധ്യതകളോ ഇല്ല. ലോണൊന്നും എടുത്തിട്ടില്ല. മോളുടെ ആശുപത്രി ചിലവുകളുണ്ട്. അത് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഭർത്താവ് ജോലിക്ക് പോയി തന്നെയാണ് എന്നെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾ ലക്ഷങ്ങൾ സ്ഥാപനം വഴി സമ്പാദിക്കുന്നതൊക്കെ ചിലർ പറയുന്നുണ്ട്. സ്ഥാപനത്തിലെ പൈസ എടുത്ത് ഞങ്ങൾക്ക് ചുമ്മാ ഉപയോഗിക്കാനാവില്ല. അവിടെ കണക്കും കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കേണ്ടതാണ് എന്നുമാണ് അനാമിക പ്രതികരിച്ച് പറഞ്ഞത്.